മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ദലിത് യുവതി ക്ലോസറ്റിൽ പ്രസവിച്ചു. മഞ്ചേരി സ്വദേശിനിയാണ് ക്ലോസറ്റിൽ പ്രസവിച്ചത്. അഷ്റഫ്, ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് കാരക്കുന്നിലുള്ള ദളിത് യുവതി ക്ലോസറ്റിൽ പ്രസവിച്ചത്. ഇത് സംബന്ധിച്ച് വളരെ വലിയൊരു പരാതിയാണ് ഇവർ സർക്കാരിന് മുൻപിലേക്ക് കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ അമ്മ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? കുട്ടി 7 മണിയാകുമ്പോൾ കുട്ടീനെ തുടിപ്പ് നോക്കണം എന്ന് പറഞ്ഞ് ലാബ് റൂമിക്ക് സിസ്റ്റർ റൂമിക്ക് നേഴ്സ് റൂമിക്ക് വിളിച്ചു. നേഴ്സ് റൂമിൽ വിളിച്ചപ്പോൾ തുടിപ്പ് നോക്കുമ്പോൾ കുറേ നേരം നോക്കുമ്പോൾ കുട്ടിക്കിന്റെ തുടിപ്പ് കിട്ടണില്ലെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എപ്പം മൂത്രം ഒഴിച്ചാന്ന് ചോദിച്ചു. കുട്ടി മൂത്രം ഒഴിച്ചാൽ ഉച്ചയ്ക്കാന്ന് പറഞ്ഞു. മൂത്രം ഉണ്ടായിട്ടാണ് കുട്ടീന്റെ തുടിപ്പ് അറിയാത്തതെന്ന് പറഞ്ഞ് കുട്ടീനെ ലാബ് റൂമിക്ക് വിട്ടു. ലാബ് റൂമിക്ക് വിടുമ്പോൾ കുട്ടി ആ ബെഡ്മെന്ന് ഇറങ്ങാൻ തന്നെ കുട്ടിക്ക് വയ്യ. അപ്പൊ സിസ്റ്റർ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ലാബ് റൂമിക്ക് വിടൂല, ബാത്റൂമിക്ക് വിടൂല, ലാബ് റൂമിക്കാ വിടുക. അതിൽ ഞങ്ങളോട് മൂത്രം ഒഴിച്ചിട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ കുട്ടീന്റെ അമ്മയും ഞാനും കൂടി മൂത്രം ഒഴിക്കാൻ കൊണ്ടുപോയി. കുട്ടി ചെന്നാൽ പറഞ്ഞു ബാത്റൂമിൽ ഇരിക്കാൻ കഴിയുന്നില്ല വലിയമ്മ പറഞ്ഞു. ഇന്ന് ഇരിക്കേണ്ട, നിന്ന് മൂത്രം ഒഴിച്ചോന്ന് പറഞ്ഞു. കുട്ടി കാലിങ്ങനെ എടുത്ത് വെക്കുന്നോട് കൂടി കുട്ടി ക്ലോസ്റ്റിക്കാൻ ചാടി. കുട്ടി ക്ലോസ്റ്റിക്കാൻ അഴിക്ക് ചാടി കഴിഞ്ഞപ്പോഴേക്കിനും കുട്ടി ഒന്നായിട്ട് രക്തം വാർന്നു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ വിറച്ച് പോവുക. കുട്ടീനെയും അമ്മേനെയും കൂടി പിടിക്കാൻ വയ്യ. കുട്ടീനെ എടുക്കാൻ നോക്കുമ്പോൾ അമ്മ പോവുക. കുട്ടീനെ അവിടെ ഇട്ടിട്ട് അമ്മേനെ പിടിച്ചു. ഇവള് വെള്ളം തിരിച്ചെടുക്കുക. ഇവള് ഇരുന്നതല്ലേ വെള്ളം ഒഴിക്കണത്. വെള്ളം ഒഴിക്കാൻ നേരത്തെ കുട്ടി പെടയണതാ കണ്ടത് അവിടെ ഇരുന്നാണ്. അതിൽ ഇവള് പറഞ്ഞു എന്നോട്, ചേച്ചിയെ കുട്ടി ക്ലോസറ്റ് പെടയുണ്ട്, എനിക്ക് എടുക്കാൻ കിട്ടണില്ല. ഞാൻ വാതിലിനെ മുട്ടി വിളിച്ച് ആർത്ത് വിളിച്ചപ്പോൾ കുട്ടീന്റെ അച്ഛമ്മ വന്ന് എവിടെ കുട്ടിയും ചോദിച്ചു. കുട്ടി നിലത്താണ് തരുന്ന, നിലത്തല്ല ക്ലോസറ്റാണ്. കുട്ടീനെ വാരി പിടിച്ചെടുത്തങ്ങാണ്ട് കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോയത് ഞങ്ങളുടെ ഒരു അഴിച്ചേക്ക് നേരിട്ടാ കൊണ്ടുപോയത്. പിന്നെ അവിടെ എന്താ ഉണ്ടായതെന്ന് അറിയില്ല. പിന്നെ ആരാ ഞങ്ങളെ പിടിച്ച് കൊണ്ടുപോയതെന്നും എന്താ അവിടെ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഡോക്ടർമാരുണ്ടായിരുന്നില്ല? ഡോക്ടർമാരുണ്ടായിരുന്നില്ല, നഴ്സ് മാത്രം. നഴ്സ് ഇത് പറഞ്ഞിട്ട് പോയി. പിന്നെ ഇത് കാട്ടി കുട്ടി ഇങ്ങനെ കിടന്നു പറഞ്ഞാൽ ഞങ്ങൾ മണ്ടി ചെന്ന് നേഴ്സ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ നേഴ്സ് അവിടെ ഇല്ല, ലാബ് റൂമിലേക്ക് പോയിട്ടുണ്ട്. ഈ കുട്ടീനെ എടുത്ത് കിടത്തിങ്ങാണ്ട് അമ്മേനെ കൊണ്ടുപോകാനും കൂടി ഞങ്ങൾക്ക് ഒരാളില്ല. ആ വാർഡിൽ കിടക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ സഹകരിച്ചത് കുട്ടീനെ ലാബ് റൂമിലേക്ക് കൊണ്ടുപോയത്. കുട്ടീന്റെ അമ്മ ഓള് ബോധം കെട്ട് വീണു. പിന്നെ കുറച്ച് കഴിഞ്ഞ ഇവള് വീണ് കണ്ട് കുട്ടീന്റെ രംഗം കണ്ടിട്ട് എനിക്ക് നെഞ്ഞുവേദന കഴിഞ്ഞിട്ട് ഞാനും വീണു. പിന്നെ എന്താണ് ഞങ്ങളെ ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിമാരെ അവിടെ ഉള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഓല് വന്നിട്ടാണ് ഞങ്ങൾക്കൊന്ന് സഹകരിച്ചു തന്നത്. അല്ലാതെ നഴ്സുമാർ അവിടെ നിൽക്കണ ഒരു ആൾക്കാരും ഞങ്ങളെ സഹകരിച്ചിട്ടില്ല. ഇതിലിപ്പോ നിങ്ങൾ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കൊടുത്ത പരാതിയിൽ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ബാത്റൂമിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവര് ഇവിടെ ക്ലീൻ ആക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വേഗം മാറി ഞങ്ങൾക്ക് ഇവിടെ ക്ലീൻ ആക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ കുട്ടി പ്രസവിച്ച എന്തുണ്ടെങ്കിലും ക്ലീനാ, ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങൾക്ക് വലുത്, ഞങ്ങൾ ക്ലീൻ ആക്കുമല്ലോ. ഞങ്ങൾ അങ്ങനെ പോയി ഞങ്ങൾ ക്ലീൻ ആക്കാൻ ഞങ്ങൾ പറയണ്ട. ആ കുട്ടീനെ എടുത്ത് കടത്തി ഞങ്ങൾക്ക് വേണ്ട സംരക്ഷിച്ച് തരികയാണെങ്കിൽ ഓല പറയുന്നത് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. അതല്ല, ഓൽക്ക് അവിടെ ക്ലീൻ ആക്കണം, ഓല പണി കഴിക്കണം. ഞങ്ങളാക്കിയിട്ടല്ലല്ലോ അത് അവിടെ അങ്ങനെ വന്നത്. ഈ നഴ്സൊന്നും ശ്രദ്ധിക്കാത്തതിന്റെ പേരിലാണല്ലോ അത് അവിടെ വന്നത്. ഞങ്ങളെ ബാത്റൂമിലേക്ക് വിടുന്ന സിസ്റ്റർ ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഞങ്ങളെ ലാബ് റൂമിലേക്ക് വിടുകയാണെങ്കിൽ കുട്ടിയുടെ പ്രസവം ലാബ് റൂമിൽ കിടക്കും, ഈ ക്ലോസറ്റിൽ കിടക്കൂല. ഈ പ്രസവ വേദനയ്ക്ക് സമാനമായ വേദനയാണ് എന്ന് ഈ കുട്ടി സിസ്റ്റർമാരോടും ഡോക്ടറിനോടൊക്കെ പറഞ്ഞിരുന്നില്ല? അത്ര വലിയത് വേദനയായിട്ടില്ല. രാവിലെ വന്ന് വയറ് കഴുകിയതിന്റെ ശേഷം വന്ന് ആയിട്ടില്ല 2 ഗുളിക തന്നു. ആ 2 ഗുളിക കഴിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ 2 ഗുളികയും കൂടി തന്നു. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഇഞ്ചക്ഷൻ വെച്ചു. പിന്നെ ഞങ്ങളോട് പറഞ്ഞു രാത്രി 12 മണിക്ക് ഇഞ്ചക്ഷൻ ഉണ്ട്, 7 മണിക്ക് കുട്ടീന്റെ തുടിപ്പ് നോക്കണം എന്ന് പറഞ്ഞു. വേദന വരുന്നുള്ളൂ, ആയിട്ടില്ല എന്ന് ഞങ്ങളോട് അപ്പം പോയപ്പം പറഞ്ഞത്. ഈ തുടിപ്പ് നോക്കാൻ ചെല്ലുമ്പോൾ കുട്ടീന്റെ തുടിപ്പോൽക്ക് അറിയാത്ത, കുട്ടി താഴോട്ട് പോന്നിട്ട് ഓൽക്ക് അറിയാത്തത്, അത് ഞങ്ങൾക്ക് ഓൽക്കല്ലേ അറിയാം. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് എന്താ, കുട്ടീനെ ബാത്റൂമിൽ കൊണ്ടുപോയ പെണ്ണ് ഞങ്ങൾ അമ്മമാര് നോക്കാഞ്ഞത്. അമ്മമാര് നോക്കിയതുകൊണ്ടല്ലേ കുട്ടി ക്ലോസറ്റ് കിടക്കുന്നത് കണ്ടത്. കുട്ടി സ്വന്തം ക്ലോസറ്റ് പോയതാണെങ്കിൽ ആരെയും കാണും കുട്ടീനെ. ഇപ്പൊ ഈ കുട്ടിക്ക് പിന്നെ എന്തെങ്കിലും ഗുരുതരമായ പരിക്കെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർമാര്? ഇല്ല, പറഞ്ഞിട്ടില്ല. കുട്ടീനെ അപ്പൊ ഐസിക്കാണ് കൊണ്ടുപോയിട്ട് പിന്നെ കുട്ടീനെ ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടാണ് കണ്ടത്. കുട്ടീന്റെ അച്ഛമ്മ ഐസി കൊണ്ടാക്കിയത്. അഷ്റഫ്, ഇതാണ് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ, അമ്മയെ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. കാരണം ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് ഇത്തരമൊരു ഗുരുതരമായ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ പ്രസവ് വാർഡിലും അതുപോലെ തന്നെ ഡോക്ടർമാരും ആവശ്യത്തിന് നഴ്സുമാരും ഇല്ലാത്ത ഒരു സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അഷ്റഫ്, സാജിദ, ആരോഗ്യവകുപ്പ് അധികൃതർ എന്താണ് പറയുന്നത്? ആശുപത്രി അധികൃതരിൽ നിന്നോ ജില്ലാ മെഡിക്കൽ ഓഫീസറിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ?
ജില്ലാ മെഡിക്കൽ ആശുപത്രി അധികൃതരെ ഇതിന് മുൻപ് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസറെ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ആശുപത്രി അധികൃതരെ കൃത്യമായ വിവരങ്ങളൊന്നും കൈമാറുന്നില്ല. ഇപ്പോൾ സ്ഥലം MLA M ഉമ്മർ അല്പസമയം മുൻപ് പറഞ്ഞത് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ഈ വിവരങ്ങൾ കൃത്യമായി അറിയിക്കും. ഇത് ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് ആശുപത്രിയിലെ ജീവനക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യമന്ത്രിയെ അറിയിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവരുടെ ബന്ധുവായ മറ്റൊരാൾ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പരാതിയിൽ പറയുന്നത്? പരാതി എന്താണ് നൽകിയത്? ഞാൻ പരാതി നൽകിയത് കുട്ടിയെ ക്ലോസറ്റിന്റെ അടുത്ത് ഞാൻ പരാതി നൽകിയത്. എന്റെ കുട്ടിക്കൊന്നും പറ്റാൻ പാടില്ല എനിക്ക് പരാതിയുള്ളൂ. കുട്ടീനെ ക്ലോസറ്റ് ഞാനാണ് എടുത്തത്. പിന്നെ ഞാൻ ആ കുട്ടീനെ അയച്ചു കൊണ്ടാക്കുകയും ചെയ്തു. ഇനി മേലാ ഇങ്ങനെ ആൾക്ക് അബദ്ധം വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങള് ഈ പ്രയാസങ്ങളൊക്കെ ആശുപത്രി അധികൃതരോടും നഴ്സുമാരോടും പറയുമ്പോൾ അവരെന്താ നിങ്ങളോട് പ്രതികരിച്ചത്? നേഴ്സുമാരെ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. സാറ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇത് അവൾക്ക് വേദന വരാൻ പെട്ടെന്ന് വന്നതാണ്, ഗർഭാത്രമായ പെട്ടെന്ന് തോന്നോണം ഇങ്ങനെ വന്നെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ഡോക്ടർ എന്ത് പറയാനാ? പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ജില്ലാസ്ത്രീ കുട്ടികളെ കാട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ തറ ഡോക്ടർ അടുത്താണ് കാട്ടാറുള്ളത്. ഇനി മേലെ ഞങ്ങൾ ഇത്തരം കുട്ടികളടുത്ത് കാട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അഷ്റഫ്, ഇത് തന്നെയാണ് ആശുപത്രിയിലെ നഴ്സുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ, അതായത് ഈ പ്രസവം നടന്ന സമയത്ത്, ബാത്റൂമിനകത്ത് പ്രസവം നടന്ന സമയത്ത് ഇവർ ഓടിപ്പോയപ്പോൾ അവിടെ ഒരു നഴ്സിംഗ് ജീവനക്കാർ പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. അഷ്റഫ്.